വൺ പീസ് പോലെയുള്ള ചിരിയുണർത്തുന്ന ദൈർഘ്യമേറിയ ആനിമേറ്റഡ് സീരീസ് പോലെ നറൂട്ടോ വിശാലമൊന്നുമല്ല. എങ്കിൽ പോലും നറൂട്ടോയുടെ ലോകത്തെത്തിപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. മസാഷി കിഷിമോട്ടോയുടെ നറൂട്ടോ എന്ന അതേ പേരുള്ള മാംഗ സീരീസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് നറൂട്ടോ. നറൂട്ടോ സീരീസ് രണ്ട് വ്യത്യസ്ത സ്റ്റോറി ലൈനുകളായി തിരിച്ചിട്ടുണ്ട്. നറൂട്ടോയുടെ ചെറുപ്പകാലം കാണിക്കുന്ന നറൂട്ടോ ഓജിയും പിന്നെ കൗമാരപ്രായം കാണിക്കുന്ന നറൂട്ടോ ഷിപ്ഡനുമായിട്ടാണ് ഉള്ളത്. നറൂട്ടോയുടെ സ്റ്റോറി നടക്കുന്നത് ഒരു സാങ്കല്പിക ലോകത്താണ്. അവിടെയുള്ള ആൾക്കാർക്ക് ജന്മന ചാക്ര ശക്തിയുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. നമ്മുടെ ലോകം നിലനിൽക്കുന്നത് പോലെ തന്നെ 5 ആഗോള ശക്തികളെ ചില ചെറിയ രാജ്യങ്ങളായിട്ടാണ് അവർക്ക് തിരിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങൾക്കൊക്കെ നാമകരണം ചെയ്തിരിക്കുന്നത് അവിടുത്തെ ആളുകളുടെ പ്രബലമായ മൂലക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഉദാഹരണത്തിന് രാജ്യങ്ങളെ ദ ലാൻഡ് ഓഫ് എർത്ത്, ദ ലാൻഡ് ഓഫ് വിൻഡ്, ദ ലാൻഡ് ഓഫ് ലൈറ്റ്നിങ്, ദ ലാൻഡ് ഓഫ് വാട്ടർ ആൻഡ് ദ ലാൻഡ് ഓഫ് ഫയർ എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്നത് ഹൊക്കാഗേസ് എന്ന് വിളിക്കപ്പെടുന്ന ശക്തിയുള്ള നിഞ്ചകളാണ്. ഇവരെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരന്മാരെന്ന് കണക്കാക്കപ്പെടുകയും അവർക്ക് വളരെയധികം ശക്തിയുള്ള നിഞ്ചകളുടെ സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്ലാനുകൾ അടങ്ങുന്ന കുറേ വില്ലേജുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഹിഡൻ വില്ലേജ് കൂടിയാണ് കൊനഹ. ഷിനോബീസ് ആയിട്ടുള്ള കുട്ടികൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഹാഷിരാമ സെഞ്ചുവും മാതുര ഉച്ചികയും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹിഡൻ വില്ലേജാണ് കൊനഹ, അല്ലെങ്കിൽ ലീഫ് വില്ലേജ്. ഈ ഒരു ലീഫ് വില്ലേജിലാണ് നമ്മുടെ നായകനും ചെറിയ പയ്യനും അനാഥനുമൊക്കെ ആയിട്ടുള്ള നറൂട്ടോ ഉള്ളത്. അനാഥനായതുകൊണ്ട് തന്നെ ആളല്പം കുസൃതിയായിരുന്നു. എങ്കിൽ പോലും അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ലീഫ് വില്ലേജിലുള്ള കുട്ടികൾ ആരും തന്നെ നറൂട്ടോയെ കളിപ്പിക്കുകയോ അവനെ അടുപ്പിക്കാൻ മാതാപിതാക്കൾ സമ്മതിക്കുകയില്ലായിരുന്നു. കാരണം 9 ടൈൽഡ് ബീസ്റ്റ് ആയിട്ടുള്ള കുറമ ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അവന് ചെറുപ്പം മുതലേ ഹൊക്കാഗെ ആകണമെന്നായിരുന്നു ആഗ്രഹം. നറൂട്ടോയുടെ മാതാപിതാക്കളെ പറ്റി പറയുകയാണെങ്കിൽ ലാൻഡ് ഓഫ് ഫയറിൽ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കഴിവുകളുള്ള ഫൈറ്റേഴ്സ് ആയിരുന്നു അവർ. നറൂട്ടോയുടെ അമ്മ കുഷിന ഏറ്റവും കഴിവുകളുള്ള നിഞ്ചകളെ വരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ശക്തിയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. നറൂട്ടോയുടെ ഉള്ളിലുണ്ടായിരുന്ന 9 ടൈൽഡ് ബീസ്റ്റ് മുമ്പ് കുഷിനയുടെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറമ എന്ന 9 ടൈൽഡ് ബീസ്റ്റിന് അവിശ്വസനീയമായ ശക്തി നൽകുകയും അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏൽക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കുഷിന. നറൂട്ടോയുടെ ജനന സമയത്ത് കുഷിന ദുർബലയാവുകയും ഒരു റിനഗേഡ് നിഞ്ച ടീമിൻ്റെ തലവനാൽ ആക്രമിക്കപ്പെടുകയുമായിരുന്നു. നറൂട്ടോയുടെ ജനന സമയമായതുകൊണ്ട് തന്നെ എതിരാളിക്ക് ആ ബീസ്റ്റിനെ കുഷിനയുടെ ഉള്ളിൽ നിന്നും പുറത്തിറക്കാൻ എളുപ്പത്തിൽ സാധിച്ചു. അങ്ങനെ ആ ബീസ്റ്റ് പുറത്തു വരികയും ഉസുമാക്കി ക്ലാൻ വില്ലേജ് മുഴുവനായി നശിപ്പിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുകയും ആ ഒരു ഫൈറ്റിൽ നറൂട്ടോയുടെ പേരൻസ് ആയിട്ടുള്ള കുഷിനയും മീനറ്റയും മരണപ്പെടുകയാണ്. മരണത്തിന് തൊട്ട് മുൻപ് തന്നെ മീനറ്റോ ആ ടൈൽഡ് ബീസിനെ നറൂട്ടോയുടെ ഉള്ളിൽ സീൽ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നറൂട്ടോയോട് എല്ലാവർക്കും ദേഷ്യവും പേടിയുമൊക്കെയായിരുന്നു. അങ്ങനെ വളർന്നു വരുന്ന നറൂട്ടോയ്ക്ക് നിഞ്ച അക്കാദമിയിൽ സെലക്ഷൻ കിട്ടുകയാണ്. അക്കാദമിയിൽ 3 പേരടങ്ങുന്ന ടീമായി തിരിക്കുകയും അതിൽ നറൂട്ടോയ്ക്കൊപ്പം സാസ്കയും സാക്രയുമായിരുന്നു ടീം മെമ്പേഴ്സ്. ടീം മെമ്പറായിരുന്ന സാസ്കയുടെ പേരൻസും മരണപ്പെട്ടിരുന്നു. സാസ്കയുടെ പേരൻസ് മരിക്കാൻ കാരണം സ്വന്തം ചേട്ടനായിട്ടുള്ള ഇറ്റാച്ചി ഉച്ചികയാണ്. 2 ക്ലാനുകൾ തമ്മിലുള്ള ഫൈറ്റ് ഒഴിവാക്കാൻ ലീഫ് വില്ലേജ് അതോറിറ്റി എടുത്ത തീരുമാനമാണ് ഒരു ക്ലാനിനെ നശിപ്പിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദൗത്യം അംബു ബ്ലാക്ക് ആപ്സിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇറ്റാച്ചി അതിലൊരു പ്രധാന അംഗമായതുകൊണ്ട് തന്നെ ആ ഒരു ദൗത്യം ഇറ്റാച്ചിയെ കൊണ്ട് ചെയ്യിക്കുകയും ഉച്ചിക ക്ലാൻ നശിപ്പിക്കുകയും ചെയ്യുകയാണ്. തൻ്റെ സ്വന്തം ക്ലാനായിട്ടുള്ള ഉച്ചിക ക്ലാൻ മുഴുവനായി അവൻ നശിപ്പിച്ചെങ്കിൽ പോലും സാസ്കയെ അവൻ വെറുതെ വിടുകയായിരുന്നു. പക്ഷേ തൻ്റെ സഹോദരനാണ് മാതാപിതാക്കളെ കൊന്നെന്ന സത്യം കാണുന്ന സാസ്കയ്ക്ക് ഇറ്റാച്ചിയോട് വെറുപ്പ് തോന്നുകയും ഇറ്റാച്ചിയോടുള്ള ദേഷ്യം വൈരാഗ്യമായി മാറുകയുമാണ്. അക്കാദമിയിൽ ചേർന്ന നറൂട്ടോയും സുഹൃത്തുക്കളും തങ്ങളുടെ വില്ലേജിൻ്റെ സംരക്ഷണത്തിനായി കഴിവുകൾ വളർത്തിയെടുക്കാനായി പരിശീലനം നേടുകയാണ്. അങ്ങനെ 220 എപ്പിസോഡുകളുള്ള നറൂട്ടോ ഒറിജിനൽ സാസ്കയുടെയും നറൂട്ടോയുടെയും ഫൈറ്റിനൊടുവിൽ സാസ്കെ വില്ലേജ് വിട്ടുപോകുന്നതായി കാണിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കഥയിലെ പ്രധാന വില്ലന്മാരടങ്ങിയിട്ടുള്ള അക്കാട്സ്കിയിൽ നിന്നും വില്ലേജിന് ആക്രമണം ഉണ്ടാവുകയും ഭാവിയിൽ ഇത് വലിയ യുദ്ധത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കും. നറൂട്ടോയിൽ കാണുന്ന പ്രതീക്ഷയിൽ ദ ലെജൻഡറി സണ്ണനായിട്ടുള്ള ജിറായ സെൻസെ നറൂട്ടോയുടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഡീമൺ സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്യാനും അവനെ കൂടുതൽ ശക്തനാക്കാനും നറൂട്ടോയുമായി ജിറായ വില്ലേജിന് പുറത്തു പോകുന്നതോടെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ്. ഇതിനിടയിൽ മനോഹരമായ ഒരു സ്റ്റോറിയോടുകൂടി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെയും പരിചയപ്പെടുകയാണ് നമ്മൾ. ഇതുപോലെ തന്നെ നറൂട്ടോ ഷിപ്ഡൻ സീരീസിനെ പറ്റി നമ്മളൊരു ഷോർട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സയോനറ.